വിഷ്ണുശാലിനി റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ ശ്യാമ വേദന കൊണ്ട് പൊളയുന്നതാണ്. ഡോക്ടർ റിപ്പോർട്ട് നോക്കി പറയുന്നുണ്ട് ശ്യാമയ്ക്ക് അബോഷന്റെ സിംറ്റംസ് ആണ് കാണിക്കുന്നതെന്ന്. ഇത് കേട്ട് ശ്യാമ, അബോഷനോ? എനിക്ക് അബോഷൻ വേണ്ട ഡോക്ടർ, എനിക്ക് അബോഷൻ വേണ്ട. എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. എൻ്റെ ജീവൻ പോയാലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടരുത് എന്ന് പറയാണ്. നീ ഒന്ന് മനസ്സിലാക്ക്, നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ. കുഞ്ഞിനെ ഇനി എന്തായാലും ജീവനോടെ കിട്ടില്ല. നിൻ്റെ ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. മോളെ നീ സഹകരിക്കുക എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് ആർത്ത് വിളിക്കുന്ന നമ്മുടെ ശ്യാമയെയാണ് കാണിക്കുന്നത്. എന്നാൽ പുറത്ത് എന്ത് പറ്റിയതാണ് ശ്യാമയ്ക്ക് എന്നറിയാതെ, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നും അറിയാതെ എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്നാൽ സുസ്മിതയാണെങ്കിൽ കുഞ്ഞ് മരിക്കണമെന്ന് പ്രാർത്ഥിച്ചുമാണ് നിൽക്കുന്നത്. അങ്ങനെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, ഒരു വിവരവും ഇല്ലല്ലോ നേഴ്സ്, എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ നേഴ്സ് പുറത്തൊരു നേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. നീ എന്താ തിയേറ്ററിലോട്ട് വരാത്തത്? വേഗം വാ, ഇപ്പോൾ കൊടുന്ന പേഷ്യൻറ്റിന് അബോഷനാണ് എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടാണ്. കാരണം അബോഷനോ എന്ന് പറഞ്ഞ് എല്ലാവരും പൊട്ടിക്കരയാണ്. അങ്ങനെ സത്യാമ്മയും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അയ്യോ ശ്യാമയുടെ കുഞ്ഞ് അബോഷനോ, ഇനി എന്താ ഞാൻ ചെയ്യുക? എന്നാൽ വിഷ്ണു പറയുന്നുണ്ട്, ഇല്ല അമ്മേ, അതൊന്നും ഉണ്ടാവില്ല, അത് വേറെ പേഷ്യൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്ന് പറയാണ്. ഇപ്പോൾ നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളിലോട്ട് കയറിയിട്ടുള്ളത്, വേറൊരു പേഷ്യൻറ്റും ഇപ്പോൾ വന്നിട്ടില്ല. ശ്യാമയുടെ കുഞ്ഞിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞതെന്ന് പറയാണ്. അല്ല അമ്മേ, അല്ല എന്ന് പറയുന്നുണ്ട്. ആ കുഞ്ഞ് മരിച്ചിട്ട് ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് നെഞ്ഞിൽ കൈ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ശാലിനി വന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല അമ്മേ, ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട്. തൊട്ടു പോരുത് തന്നെ, നിന്നെ ഇവിടുന്ന് പുറത്താക്കിയതല്ലേ, എന്നിട്ടും പിന്നെ എന്തിനാ ഈ വലിഞ്ഞു കയറി വരുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിഷ്ണു പിന്നെയും പറയുന്നുണ്ട്, ഇല്ല അമ്മ, പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഞാനിനി ജീവിച്ചിരിക്കില്ല, ആ കുഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സത്യം അവിടെ കുഴഞ്ഞു വീഴാണ്. അങ്ങനെ പ്രീതി അമ്മയെന്നൊക്കെ വിളിച്ചിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അങ്ങനെ വിഷ്ണു നേഴ്സ് എന്ന് പറഞ്ഞ് വിളിച്ച് നേരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാണ്. അങ്ങനെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് സത്യാമ്മയെ. ഈ സമയത്ത് ശ്യാമയെയും കാണിക്കുന്നുണ്ട്. ഒരു പാട്ടൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് ഡോക്ടറൊക്കെ പരിശോധിച്ചിട്ട് കാര്യങ്ങൾ, സത്യാമ്മയുടെ വിവരങ്ങൾ വിഷ്ണുവിനോട് വന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, BP കൂടിയതാണ്, നോർമലായി വരുന്നുണ്ട്. സത്യാമ്മയ്ക്ക് ഹാർട്ടിന് പ്രശ്നമുള്ള ആളാണല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശാലിനി പറയുന്നുണ്ട്, ആ പ്രശ്നമുണ്ട്, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. ആണല്ലേ, കുഴപ്പമില്ലെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയാണ്. പിന്നെ ടെൻഷനാവുന്ന ഒരു കാര്യങ്ങളും ഇനി പറയാതിരിക്കുന്നതാണ് നല്ലത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക എന്ന് പറയാണ്. അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട്, ശാലിനി, ഇനി ശ്യാമയുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചത് അമ്മ അറിഞ്ഞ അമ്മയ്ക്ക് വീണ്ടും പ്രശ്നമാവില്ലേ എന്ന് പറയുന്നുണ്ട്. ഇല്ല വിഷ്ണു ഏട്ടാ, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറയാണ്. എന്നാൽ അവിടേക്ക് സുസ്മിത ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ഇവളെ ആരാ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശാലിനി പറയുന്നുണ്ട്, അവൾ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ്, വിഷ്ണു ഏട്ടൻ അത് ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സത്യാമ്മയുടെ അടുത്ത് നിന്ന് ശാലിനിയും അമ്മയും ശ്യാമയുടെ അടുത്തോട്ട് പോവാണ്. അങ്ങനെ നേഴ്സ് പറയുന്നുണ്ട്, ശാലിനിയെയും അമ്മയെയും ഡോക്ടർ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഉള്ളിലോട്ട് വിളിക്കുകയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ ശ്യാമ കരഞ്ഞുകൊണ്ട് തല താഴ്ത്തി ഇരിക്കുകയാണ്. അങ്ങനെ എന്താ മോളെ ശ്യാമയെന്ന് വിളിച്ച് ശാലിനി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ശാലിനീനെ കണ്ടതും കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് നമ്മുടെ ശ്യാമ. എന്തു പറ്റി ഡോക്ടർ, എന്താ ശ്യാമയ്ക്ക്, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, കുഞ്ഞ് നഷ്ടപ്പെട്ടു, അബോഷനായെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശാലിനി ശ്യാമയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. മോളെ നീ വിഷമിക്കല്ലേ, ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ജീവിക്കണ്ടേ മോളെ, നീ വിഷമങ്ങളൊക്കെ മറക്കും, കുറച്ച് കഴിഞ്ഞ് നിനക്കൊരു കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നീ മറന്ന് വീണ്ടും ജീവിതത്തിലോട്ട് വരും, നീ വിഷമിക്കാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. ആ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതി മോളെ, ഇനി ഒരു കുഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ നീ മറക്കുമെന്ന് പറയാണ്. എന്നാൽ അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, എനിക്ക് ദൈവം അതിനുള്ളൊരു ഭാഗ്യം ഇനി തരുന്നില്ലല്ലോ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ ഇത് കേട്ട് വളരെ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് നമ്മുടെ ശാരദാമ്മയും ശാലിനിയും. എന്താ ഡോക്ടർ ശാലിനി പറയുന്നേ, ശ്യാമ പറയുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് ശാലിനി. അപ്പം നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട്, അത് പിന്നെ ഇനി ശ്യാമയ്ക്ക് ഒരമ്മയാവാൻ സാധിക്കില്ല, ജന്മനാ ശ്യാമയുടെ ഗർഭപാത്രത്തിൻ്റെ ഭിത്തികൾക്ക് കനം കുറവാണ്, അതുകൊണ്ട് തന്നെ ഇനി ഒരു 10 മാസം ചുമന്ന് ഒരു കുഞ്ഞിന്, ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം നൽകാൻ ശ്യാമയ്ക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ചെറിയൊരു വീഴ്ചയിൽ തന്നെ ശ്യാമയ്ക്ക് അബോഷനായി പോയത്. ഇത് കേൾക്കുന്നതും ശ്യാമയും അമ്മയും കൂടെ ഞെട്ടി നിൽക്കുകയാണ്. ശ്യാമയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് ശാലിനിക്കും അമ്മയ്ക്കും അറിയുന്നില്ല. അങ്ങനെ ശ്യാമ പറയുന്നുണ്ട്, ഇനി എനിക്ക് സത്യാമ്മയ്ക്കും അതുപോലെ രോഹിത്തേട്ടന് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞേച്ചി, അമ്മയെന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടുകയാണ്. എൻ്റെ കുഞ്ഞായിരുന്നു എൻ്റെ ഭാഗ്യം സൗഭാഗ്യങ്ങളൊക്കെ, ഒരു രാജകുമാരനെ പോലെ കഴിയേണ്ട എൻ്റെ കുഞ്ഞിപ്പോൾ എൻ്റെ കൂടെ ഇല്ലല്ലോ, തൊട്ടിൽ വരെ പണിയാൻ കൊടുത്തതല്ലേ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഇനി എങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോകും? എൻ്റെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള തോരണം വരെ അഴിക്കാതെ അവിടെയുണ്ട്. ഇനി ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് പോവും? എൻ്റെ കുഞ്ഞിനെ അടക്കം ചെയ്ത ഒരു ശവപ്പറമ്പല്ലേ എൻ്റെ ഈ ശരീരം. എൻ്റെ ഈ ശരീരം കൊണ്ട് ഇനി എനിക്കൊരു അമ്മയാവാൻ സാധിക്കില്ല. എൻ്റെ ശരീരത്തിനോട് എനിക്ക് അറപ്പ് തോന്നുകയാണ് എന്നൊക്കെ പറയുകയാണ് ശ്യാമ. ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല, ഞാനിനി ഈ ലോകത്തിനൊരു ഭാരമായിട്ട് ഇരിക്കില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് എണീറ്റ് തൊട്ടടുത്തുള്ള ഒരു കത്രിക എടുത്ത് നമ്മുടെ ശ്യാമ സ്വയം കുത്താൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശാലിനിയെയും ശാരദാമ്മയെയും ഒക്കെ തട്ടി മാറ്റിയിട്ടാണ് ആ കത്രിക എടുത്തിട്ട് വയറ്റിലോട്ട് കുത്തുന്നത്. അപ്പോൾ ഇവർ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യാമ്മയാണ്. ബോധം വരാതെ കിടക്കുന്ന സത്യാമ്മയാണ് കാണിക്കുന്നത്. ശ്യാമയൊരു അമ്മയാവാൻ പോകുന്ന കാര്യം ഇതുവരെ ശ്യാമ സ്വന്തം അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അമ്മയാവാൻ പോകുന്ന കാര്യം വിഷ്ണുവിനോട് പറയുമോ ഇല്ലയോ? ഇനി അത് നേരെ തിരിച്ച് ശ്യാമയ്ക്കിനൊരു കുഞ്ഞുണ്ടാവില്ല, അതുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ ശ്യാമയ്ക്ക് നൽകാൻ തീരുമാനിക്കുമോ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ തന്നെ കണ്ടറിയാം. അപ്പോൾ നമ്മുടെ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒരു കമൻറ്റ് ഇടണം. നിങ്ങൾക്ക് വല്ല ഞാൻ പറയുന്നതിൽ വല്ല തെറ്റും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് പറയണം കേട്ടോ ദയവ് ചെയ്ത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ, സീ യു.